ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇന്നടുത്ത് നടാമോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വെച്ച് കുറേയൊക്കെ ഞാൻ കമൻറ്റ് ഇട്ട് ബാക്കി ഒന്ന് പിന്നെ വീഡിയോയിലൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച്. അന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേര എവിടെ നടാമെന്നായിരുന്നു ചോദിച്ചത്. പേര എവിടെ നടാമെന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അത് നമുക്ക് എവിടെ നടാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയാം. അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ പോയിന്റും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പേര എവിടെ നടാം, തെക്ക് വശത്ത് നടാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ഇങ്ങനെ ചോദിച്ചത്. പേര നമുക്ക് എവിടെ വേണമെങ്കിലും നടാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് കിഴക്ക് വശത്ത് നടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ഐശ്വര്യം കിട്ടുന്നത് കിഴക്ക് വശത്ത് നടുന്നതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ദോഷമൊന്നുമില്ല, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നത് കിഴക്ക് വശത്ത് നിൽക്കുന്നതാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം കിഴക്ക് വശത്ത് പേര നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പേര നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. പേര നമ്മൾ നടുമ്പോഴത്തേക്ക് നമ്മളത് പിന്നെ അത് പറിച്ച് മാറ്റി നടാൻ പറ്റാത്തൊരിടത്ത് നമ്മൾ നടുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പേര നട്ടതിന് ശേഷം അത് കിളിർത്ത് വന്നതിന് ശേഷം നമ്മൾ പറിച്ച് വേറെത്തോട്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല, അത് ഉണങ്ങിപ്പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഉണങ്ങിപ്പോകുന്നത് നമുക്ക് ദോഷം തന്നെയാണ്. അതേസമയം നമ്മൾ അതുപോലെ പേര നമ്മൾ വെട്ടിക്കളയുന്നതും ഒക്കെ ദോഷമാണെന്ന് പറയുന്നത്. പേര നമ്മൾ നല്ലതായിട്ട് എവിടെ അത് നിന്നാൽ നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് നോക്കി നിങ്ങൾ നട്ടുവെക്കുക. എന്നിട്ട് അത് അവിടെ തന്നെ അങ്ങ് നല്ല രീതിക്ക് വളർന്നു വന്നിട്ട് പിന്നെ തൈയൊക്കെ നമ്മൾ എവിടെ നിന്ന് മാറ്റി തരുന്നതിന് കുഴപ്പമില്ല. തൈയാകുമ്പോൾ അത് കിളിർത്ത് കയറിക്കോളും. ഇച്ചിരി വലുതായതിന് ശേഷം നമ്മളത് ഉണങ്ങിപ്പോകില്ല. ചിലത് നമ്മൾ ഇച്ചിരി വലുതായതിന് ശേഷം പേരൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും നമ്മൾ മാറ്റി നടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അത് നമുക്ക് കൊള്ളത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പേരയുടെ ചൂട്ടി വേസ്റ്റ് ഇടരുതെന്നാണ് പറയുന്നത്. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ആ വീട്ടിലേക്കുള്ള ഐശ്വര്യങ്ങൾ മൊത്തം കുറയുമെന്നാണ് പറയുന്നത്. പേരയുടെ ചൂട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം. അതുപോലെ തന്നെ പൂക്കുക മാത്രം ചെയ്യുന്ന പേരയുണ്ട്, കായ്ക്കാത്ത പൂക്കുക മാത്രം ചെയ്യുന്നത്, അങ്ങനെയും ദോഷമാണെന്ന് പറയുന്നത്. കായ ഉണ്ടാകാതെ പൂത്ത് മാത്രം നിൽക്കുന്നത് നമുക്ക് ദോഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വേറൊന്നുമല്ല, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും പറയും പിന്നെ പേര നട്ടാലല്ലേ പേരെ നല്ല കാശ് കിട്ടുന്നില്ല. അതല്ല, ഓരോ മരത്തിനും ഓരോ രാശിയുണ്ട്, നമുക്ക് ഓരോ പോസിറ്റീവ് ഇത് തരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറഞ്ഞിട്ടായിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ട് നമ്മുടെ വീട്ടിൽ. നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തന്നെ നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അന്നേരം അത് നെഗറ്റീവ് ആണെന്നുള്ളത്. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ ഈ മരമൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു ദോഷമൊന്നുമില്ല. നമ്മുടെ പെരയ്ക്ക് ചുറ്റും എവിടെ വേണമെങ്കിലും മരങ്ങൾ നിൽക്കുക, ഒരു ദോഷവുമില്ല. പക്ഷേങ്കിൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാകും. അത് നമുക്ക് ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ കായ്ക്കാതെ പൂക്കുന്ന മാവുണ്ട്, ചിലത് പൂക്കുക മാത്രമേ എത്തുള്ളൂ, കാ പിടിക്കില്ല. അങ്ങനെയുള്ള മാവുമൊക്കെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരിത് വരുമെന്നാണ് പറയുന്നത്. പേര നമ്മൾ എവിടെ വേണമെങ്കിലും നടാം. ഏറ്റവും നല്ലത് കിഴക്ക് വശത്ത് നടുന്നതാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് വെട്ടിക്കളയാൻ നിൽക്കേണ്ട നിങ്ങളത്, അതവിടെ വളർന്നു വന്നോട്ടെ, ദോഷമൊന്നുമില്ല. പക്ഷേങ്കിൽ ഏറ്റവും ഉത്തമം കിഴക്ക് വശത്താണ് നടുന്നത്. നമ്മുടെ കിഴക്ക് സൈഡിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ അത് ഇങ്ങനെ വൃത്തിയോടുകൂടിയൊക്കെ സൂക്ഷിക്കുക. അതേ ഉള്ളൂ പേരയുടെ ഇത് പറയട്ടെ. പിന്നെ ചെമ്പകത്തിൻ്റെ കാര്യം എന്നോട് ചോദിച്ചായിരുന്നു. ചെമ്പകം തെക്കുവശത്ത് ചെമ്പകം നമുക്ക് വീടിൻ്റെ മുറ്റത്തായിട്ട് നടാതെ ഇങ്ങനെ ഒന്ന് അതിന് തിരിച്ച് നടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അതിന് തിരിച്ച് നടുന്നതാണ് കാര്യം. എൻ്റെ വീട്ടിൽ ചെമ്പകം ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അങ്ങോട്ട് ഒരുപാട് വിശദമായിട്ട് അറിയത്തില്ല. ഞാൻ മറ്റുള്ളവർ പറഞ്ഞുള്ള ഇതാണ് കേട്ടിട്ടുള്ളത്. ചെമ്പകം നമ്മുടെ വീടിൻ്റെ അതിര് തിരിച്ച് ഇച്ചിരി മാറ്റി നടുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ വീടിന് ചുറ്റും ഒരു ചെറിയ മതിൽ കെട്ടുമല്ലോ, ചിലരൊക്കെ, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ചിലരൊക്കെ അങ്ങനെ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വീടിനെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കെട്ടിനകത്തുള്ള പ്രശ്നങ്ങളെ നമ്മുടെ വീടിനെ ബാധിക്കുകയുള്ളൂ. ആ കെട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്നാ അവിടെ ചെയ്തെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഒരു കിണർ വന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീടിനെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ വീടിനെ ബാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആ കെട്ടിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ കിണർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അത് നമ്മുടെ പെരയ്ക്ക് ദോഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു കുഞ്ഞൊരു മതിൽ, വലിയ മതിലല്ല കേട്ടോ, ചെറിയൊരു അതിര് തിരിക്കുന്ന പോലെ നമ്മൾ എന്നേലും വെച്ചൊന്ന് കെട്ടുവാണെങ്കിൽ, ചുമ്മാ കല്ല് പെറുക്കി വെച്ചൊരു അതിര് പോലെ തിരിച്ചാലും മതി കേട്ടോ. അങ്ങനെ തിരിച്ചാൽ പോലും മതി നമുക്ക്. പിന്നെ കിണർ കൊണ്ട് നമ്മുടെ വീടിന് യാതൊരു ദോഷം ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. അത് ഞാനിങ്ങനെ നമ്മുടെ വീടൊക്കെ പണിയാൻ പറ്റുന്ന വാസ്തുവിൻ്റെ ഇതിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിണറിന് അങ്ങനെ യാതൊരു ദോഷങ്ങളും വരിക, ആ കിണർ കൊണ്ടുള്ള ദോഷം നമ്മുടെ വീടിന് വരികയെന്നുള്ളത്.
പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാവ് എവിടെ നടാമെന്ന് ചോദിച്ചായിരുന്നു. മാവ് നമ്മുടെ വീടിൻ്റെ വടക്കുവശത്ത് നടുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. വടക്കുവശത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറിനോട് ചേർന്ന ഭാഗത്തോ നടുന്ന നല്ലതാണ്. കാര്യം വീടിനോട് ചേർന്നല്ല, ഇച്ചിരി നീക്കി നടുന്നതാണ് നല്ലത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാലും തെക്കുവശത്താണേലും തെക്ക് വശത്തല്ല വടക്ക് വശത്തും നടാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നടാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കിഴക്ക് വശത്തോ അല്ലെങ്കിൽ ഇപ്പം കിഴക്കോട്ടുള്ള വീടിൻ്റെ ആണെങ്കിലും ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തോ പടിഞ്ഞാറോട്ടുള്ള വീടിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് വശത്തോ നടാൻ പാടില്ലെന്ന് വെച്ചാൽ ചില മാവുകൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാറുണ്ട്, നിന്ന് വീടിന് തണലാകാറുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മാവ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റി നട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കുക, വീടിൻ്റെ വാതിക്കായിട്ട് നിൽക്കുക, ആ സൂര്യൻ ഉദിച്ചു വരുമ്പം ആ ഒരു ഇതിലൊരു തണൽ, അതിൻ്റെ ഒരു നിഴൽ വരുമല്ലോ, ആ ഒരു നിഴൽ, തിണലല്ല നിഴൽ, ആ മരത്തിൻ്റെ നിഴൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നിഴൽ വരാൻ പാടില്ലെന്നുള്ളത്. അത് നമ്മുടെ വീടിൻ്റെ നിഴൽ മാവിൻ്റെ നിഴൽ വീടിൻ്റെ ഇതിലും വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനാണ് പറയുന്നത് നമ്മൾ വടക്കുവശത്തൊക്കെ ആയിട്ട് മാവ് നടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അത് സൂര്യൻ ഉദിക്കുമ്പോഴാണെങ്കിലും അസ്തമിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ വീടിന് അത് നിഴലടിക്കുകയല്ല, വീടിനോട് ചേർത്ത് വെക്കരുത്, വീടിനോട് ഇച്ചിരോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കുക, നിഴലടിക്കത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. മാവ് വീടിനോട് ചേർന്ന് നിന്ന് പെരയ്ക്ക് തണലായിട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിഴലടിക്കില്ലെന്ന് പറയുന്നത്. വെയിലടിക്കുമ്പോൾ നിഴലുണ്ടല്ലോ നമ്മുടെ, ആ നിഴലടിക്കില്ലെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ അതും കേട്ടിട്ടുണ്ട്. മാവിൻ്റെ കാര്യം ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു, മാവ് എവിടെ നടാം എന്ന് ചോദിച്ചായിരുന്നു. ഞാനും എൻ്റെ വീടിൻ്റെ വടക്കുവശത്താണ് കേട്ടോ മാവ് നട്ടേക്കുന്നത്. പിന്നെ ചോദിച്ചത് പ്ലാവാണ്. പ്ലാവ് എവിടെയാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചായിരുന്നു. പ്ലാവ് കിഴക്ക് വശത്ത് നല്ലതാണ്, പിന്നെ വടക്ക് വശത്ത് നല്ലതാണ് പ്ലാവ് നടുന്നത്. വടക്ക് വശത്ത് നമ്മളിപ്പം കിഴക്ക് വശത്താണെങ്കിലും വടക്ക് വശത്താണെങ്കിലും ഡോറിന് നേരെ ഫ്രണ്ടിൽ നടാതിരിക്കുക, ഒരു സൈഡ് ഒതുക്കി വെക്കുക. നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരിക്കലും വെക്കാതിരിക്കുക, ഒരു സൈഡിലോട്ട് ഒതുക്കിയായിരിക്കണം നിർത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാവ് ഇപ്പം വടക്ക് വശത്താണ് നിൽക്കുന്നെങ്കിൽ അതിൽ ചക്കയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് പഴുത്തൊക്കെ പൊഴിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് അളിയാനോ ഇതൊന്നും ആകരുത്. ഒന്നെങ്കിൽ അത് പൊഴിയുന്നതിന് മുമ്പേ പറിച്ച് ആർക്കെങ്കിലൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്തങ്ങ് തീർക്കുക. ഇതിൻ്റെ ചോട്ടി വന്നിങ്ങനെ ചക്കയൊക്കെ പൊഴിഞ്ഞ് വീണ് അവിടെ മൊത്തം അങ്ങ് അഴുക്കായി കിടക്കുന്നതൊക്കെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരിതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. കാര്യം അവിടെ പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ആ പ്ലാവ് നിന്നേച്ച് കുറേ കഴിയുമ്പോൾ പറയും അത് നിന്നിട്ട് ദോഷമാണെന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള നമ്മുടെ വീടിനെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്ലാവ് കിഴക്കുവശത്തും വടക്കുവശത്തും ഏറ്റവും നല്ലതാണ്. പിന്നെ അന്ന് എന്നോട് ചോദിച്ചായിരുന്നു തെക്ക് വശത്ത് കവുങ്ങ് നടാൻ നല്ലതാണ്. കവുങ്ങ്, തെങ്ങ്, ഇതൊക്കെ ചെന്തെങ്ങ് ഏറ്റവും നല്ലതാണ് കന്നിമൂലയ്ക്ക് നടാനായിട്ട്. പിന്നെ പടിഞ്ഞാറ് വശത്ത് തെങ്ങ് നടാൻ നല്ലതാണ്. ഇപ്പം നിങ്ങളിത് പറയും, ഓരോ വശങ്ങളും ഇങ്ങനെ ഇതായിട്ട് പറയുന്ന, അല്ലാത്ത സ്ഥലത്തൊക്കെ നിന്നാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കും. ഒരു കുഴപ്പവും ഇല്ല, ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇതൊക്കെ നിൽക്കാം. പക്ഷെ നമുക്ക് ഇച്ചിരിയും കൂടെ പോസിറ്റീവായിട്ട് നമ്മുടെ വീടിന് നല്ലൊരു ഗുണം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ ചിലർ പറയും, ഇപ്പോൾ ഞങ്ങൾ തെക്ക് വശത്തല്ല ഞങ്ങൾ വടക്കുവശത്ത് തെങ്ങ് വെച്ചു, എന്നാ നിങ്ങൾക്ക് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, മരങ്ങൾ എവിടെ വേണമെങ്കിലും നടാം, കുഴപ്പമില്ല. നമ്മുടെ പെരയ്ക്ക് ദോഷം ഉണ്ടാകാതിരുന്നാൽ മതി. പെരയ്ക്ക് ദോഷം എന്ന് പറഞ്ഞാൽ പെരയുടെ പുറത്തോട്ട് വീഴാത്ത രീതി നമ്മൾ ഏത് മരം നട്ടാലും ഒരു ദോഷവും ഇല്ല നമ്മുടെ ഇതിന്. പക്ഷേ ഇച്ചിരി കൂടെ നല്ലത് ഓരോ സ്ഥാനങ്ങളും കൊണ്ട് ഓരോന്നും നിൽക്കേണ്ടതിന്. അങ്ങനെ നിന്ന് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം ആ വീടിന് കിട്ടുന്നത്. അത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ അറിയാതെ കൊണ്ടുവെക്കുന്നതായിരിക്കും, നമുക്ക് ദിക്കോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരിക്കും, ചുമ്മാ കൊണ്ടുവെക്കുന്നതായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ മാവ് നട്ടപ്പോൾ അതിൻ്റെ ദിക്കോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ ചുമ്മാ കൊണ്ടുവച്ചതായിരുന്നു. അവിടെ ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് വെച്ചാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു പട്ടിക്കൂട് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വെച്ചായിരുന്നു. പക്ഷേ ആ പട്ടിക്കൂടിന് ഒരു തണൽ കിട്ടാൻ വേണ്ടി വെച്ചാണ്. പക്ഷേ ആ പട്ടിക്കൂട് ഞങ്ങളുടെ വീടിന് ദോഷമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം അതിൻ്റേത് അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായി. അവിടെ കഴിയുമ്പോൾ പട്ടിക്കൂടെല്ലാം പൊളിച്ചെല്ലാം കളഞ്ഞ്. പക്ഷെ മാവ് അന്നേരം അവിടെ തന്നെ നിന്ന്. അപ്പോൾ മാവ് ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു അത് അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല, നല്ല ഐശ്വര്യം തന്നെയാണ്, നല്ല ഇതാണ് ആ മാവ് നിൽക്കുന്നതിന്. ആ മാവ് വളർന്ന് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാവ് ഞങ്ങളവിടെ തന്നെ, അത് നമ്മൾ സ്ഥാനം ഒന്നും നോക്കാതെ ചുമ്മാ നട്ട് വെച്ചതാണ് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ യാദൃച്ഛികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ട് വരാറുണ്ട്. അങ്ങനെ നമുക്ക് സംഭവിക്കാം. നമ്മൾ ചിലപ്പോൾ നടുന്നതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു മാറ്റം വരുന്നതിൻ്റെ ആയിരിക്കും നമുക്ക് നല്ല ഐശ്വര്യങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതുകൊണ്ട് വീടിന് ചുറ്റും മരങ്ങൾ നടുന്നതിന് ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നെ ചില മരങ്ങളൊന്നും നടാൻ പാടില്ല. കരിമ്പന എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ ആലൊക്കെ നല്ല ഇതാണ്, നമുക്ക് ശുദ്ധവായു കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ സൈഡിനോട് ചേർന്ന് ചിലപ്പോൾ ഇങ്ങനെ തന്നെ കിളുത്ത് വരുന്നതാണത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളത് പറിച്ച് കളയുക. വീണ്ടും അവിടെ കിളുത്ത് വരുന്നുണ്ടെങ്കിൽ അതെന്നതോ ദോഷം എന്നുള്ളതാണെന്നാണ് പറയുന്നത്. നമ്മൾ പറമ്പിലോട്ട് മാറ്റി നടുന്നത് ഏറ്റവും നല്ല കാര്യം. ആലിൻ്റെ വേരിന് ഭയങ്കര കട്ടിയുള്ളതാണ്, അത് എതിലെ വേണേലും കീറിപ്പോകും. നമ്മുടെ പെരയുടെ സൈഡിൽ കൊണ്ട് നട്ടുവെച്ചാൽ പെരയുടെ അടിത്തറ തന്നെ അതങ്ങ് ഇളക്കിക്കളയും. അതുപോലെ തന്നെയാണ്
എല്ലാവരും റംബുട്ടാൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട്. റംബുട്ടാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എവിടെ വേണേലും നടാം റംബുട്ടാൻ. പക്ഷേ റംബുട്ടാൻ നമ്മുടെ പെരയോട് ചേർന്ന് ഒരിക്കലും നടാൻ പാടില്ല. പെരയോട് ചേർന്ന് നിങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കളയുന്നതാണ് ഏറ്റവും നല്ലത്. റംബുട്ടാൻ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരിനും ഭയങ്കര കട്ടിയാണ്, നമ്മുടെ പെരയുടെ അടിത്തറ ഇളക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതും നിങ്ങളത് സൂക്ഷിച്ച് അത് എവിടെയെങ്കിലും പറമ്പിലോട്ട് മാറ്റി നടുക. ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ അത് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. പിന്നെ ചോദിച്ചായിരുന്നു ഇലഞ്ഞി എവിടെ നടാൻ പറ്റുന്നത്. ഇലഞ്ഞി കിഴക്ക് നടാൻ പറ്റും. പുളി എവിടെ നടാൻ പറ്റും എന്ന് ചോദിച്ചായിരുന്നു പുളി തെക്ക് വശത്ത് നടാൻ പറ്റും. ഈ പുളിയൊക്കെ ഇച്ചിരി മാറ്റി നടുന്നതാണെന്നല്ല, പെരയോട് ചേർത്ത് വെക്കാതിരിക്കുക. തെക്ക് വശത്തായിട്ട് നമുക്ക് നടുന്നതിന് കുഴപ്പമില്ല. ഇച്ചിരി പറമ്പിലോട്ട് ഇച്ചിരി നീക്കി നടുന്നതാണ്. പെരയോട് ചേർത്ത് നമ്മൾ കഴിവതും ഒരു മരങ്ങൾ നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു ഇതെന്ന് മരം പറഞ്ഞാൽ കാഞ്ഞിരം വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. കാഞ്ഞിരം വീടിൻ്റെ മുറ്റത്ത് നടാൻ പാടില്ല. അത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇതാണ് അതിനുള്ളത്. അത് വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. നിർത്താനേ പാടില്ലെന്നാണ് പറയുന്നത്. അത് പറമ്പിലൊക്കെ നമ്മൾ മാറ്റി അങ്ങ് ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, പറമ്പിൻ്റെയൊക്കെ ഒരു മൂലയ്ക്ക് കൊണ്ട് നടന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പാടില്ലെന്നാണ് പറയുന്നത്. പറമ്പിൻ്റെ മൂലയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരാളുടെ മുറ്റം അതിനോട് ചേർന്ന് വരുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾ നടാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരാൾക്ക് ശല്യം വരുന്ന രീതിയിൽ നടാതിരിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചീമപ്ലാവിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞ് എന്നെ ശരിക്കും എല്ലാവരും ഓരോന്നെല്ലാം പറഞ്ഞാണ് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ അത് കുറേ പേര് നെഗറ്റീവും കുറേ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞ്. നമ്മളുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഒരു ചെടിയാണേലും ഒരു മരമാണേലും നമ്മൾ നടുമ്പോൾ ഒരു വീട് വെക്കുമ്പോഴാണേലും അതിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ അനുഭവത്തിലൂടെ വരുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ചീമപ്ലാവ്, അതായത് കടപ്ലാവ് എന്ന് പറയുന്ന സാധനം നമ്മൾ വീട്ടിലുള്ളവർ നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും നടുന്നതാണ് നമുക്ക് നല്ലത്. ചിലപ്പോൾ പറയായിരിക്കും ഞാൻ നട്ടു, എൻ്റെ വീട്ടിലൊരു കുഴപ്പമില്ല, നിറച്ചും ഇത് പറിക്കുന്നു വിൽക്കുന്നു എടുക്കുന്നൊക്കെ പറയായിരിക്കാം. അത് ചിലപ്പോൾ എന്നതെങ്കിലും ആ നാളുകാർക്ക് ആ മരം നല്ലതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ദോഷമില്ലാതെ വരുന്നത്. നമുക്ക് ഓരോ മരങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട് ഇല്ലേ, അങ്ങനെ നമുക്ക് ഓരോ ഇതുമുണ്ട്. ഓരോ നാളുകൾക്കും ഓരോ ഇതുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അവരത് നട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാകാതിരുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. ഒത്തിരി പേര് അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളവരുണ്ട്. കടപ്ലാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടാതിരിക്കുക, പറമ്പിലോട്ട് മാറ്റി നടന്നാണ് ഏറ്റവും നല്ലത്. പെരയോട് ചേർത്ത് നടാതിരിക്കുക. അത് നമുക്ക് ധനനഷ്ടം എന്നാണ് പറയുന്നത്. കടപ്ലാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതായാലും നമുക്ക് ധനനഷ്ടം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും എടുത്ത് പറയുന്നില്ല, പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതേ പിടിച്ച് ഇനി ഓരോരുത്തരും ഒന്ന് പറയും. കടപ്ലാവ് എപ്പോഴും പറമ്പിലോട്ട് മാറ്റി നടുന്നതാണ് നല്ലത്. പെരയുടെ ആ ഒരു കോമ്പൗണ്ട് വിട്ട് മാറ്റി നടുന്നതാണ് നല്ലത് കടപ്ലാവ്. അത് അങ്ങനെയുള്ള നമ്മുടെ പെരയോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അത് വെട്ടിക്കളയുക തന്നെയാണ് ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ പറയും നല്ലപോലെ കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതിൽ നിന്ന് ഇപ്പോൾ ചക്ക പറിച്ച് വിൽക്കുന്നത്. ശരിയാണ്, കടപ്ലാവിലെ ചക്കയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. അതെനിക്ക് ഇത്ര രൂപ കിട്ടി ഇപ്രാവശ്യം എന്നൊക്കെ പറയുന്നവർ കാണും. പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ആരെയും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണതൊക്കെ. അപ്പം കടപ്ലാവ് പറമ്പിൽ നടുന്നതിന് നല്ല ഇതാണ്. അതുപോലെ തന്നെ നാരകം എല്ലാവരും പറയും വീടിൻ്റെ മുറ്റത്ത് നടാതിരിക്കുന്നതാണ് നല്ലത്. അത് ഒരു നെഗറ്റീവാണ്. കാര്യം അത് മുള്ളുള്ളൊരു ചെടിയാണ്, നെഗറ്റീവാണ്. പിന്നെ ചിലർ പറയും നാരകം നട്ടാൽ നാട് വിട്ടു പോകും, പിന്നെ പറയുന്നതൊക്കെ നാരിക്ക് ദോഷം അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്, നമുക്കറിയാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മളൊരു നാരകം നട്ടാൽ വർഷങ്ങളെടുക്കും അത് കായ്ച്ചു വരാനായിട്ട്. ചിലപ്പോൾ 30 വർഷം വരെ എടുക്കും അതൊന്ന് കിളിർത്ത് കയറി വന്ന് അത് കാ പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും വർഷം, ചിലപ്പോൾ ഒരു 10-45 വയസ്സായവരായിരിക്കും ചിലപ്പോൾ അത് നടുന്നത്. അവർക്ക് 10-35-40 വർഷം ആകുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പം പ്രായമാകും, അവർ ഈ ലോകത്തുനിന്ന് പോകും. അതിനാണ് പറയുന്നത് അതിലൊരു നാരങ്ങ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ നട്ടയാൾ ഈ ലോകത്തുനിന്ന് പോകുമെന്ന് പറയുന്നത്. അല്ലാതെ അത് നട്ടതുകൊണ്ടല്ല പോകുന്നത്, അത്രയും പഴക്കം ചെല്ലും അത് കാ പിടിക്കാനായിട്ട്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ബഡ് നാരകവും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞാൻ നട്ടായിരുന്നു കേട്ടോ, ബഡ് നാരകം നട്ടായിരുന്നു. അത് പൂക്കുകയും ചെയ്തു, കായ്ക്കുകയും ചെയ്തു. എനിക്ക് അത് ഞാൻ നാരങ്ങ പറിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ അത് മുറ്റത്തായിരുന്നു നട്ടത്. മുറ്റത്തും നട്ട് അത് പറമ്പിലോട്ട് നട്ട ഇച്ചിരൂടെ നല്ലതായിട്ട് കിളുത്ത് കയറുമെന്ന് ഓർത്താണ് പറമ്പിലോട്ട് പറിച്ച് വെച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി. അതാ മുറ്റത്ത് എറിഞ്ഞ് ഞാൻ ടയറിനകത്തായിരുന്നു നട്ട് വെച്ചത്. അല്ലാതെ നമ്മുടെ പുറവശത്ത് ഇങ്ങനെ കുഴിച്ച് നടാൻ പറ്റത്തില്ല, ടയറിനകത്ത് മണ്ണ് നിറച്ചുണ്ട്. പക്ഷേ മുറ്റത്ത് അത് നടുന്നത് നെഗറ്റീവാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പറമ്പിലോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതങ്ങ് പോയി, ബഡായിരുന്നു. അത് പെട്ടെന്ന് ഒത്തിരി ഒന്നുമില്ല, അത് മേടിച്ചപ്പോഴേ അതേ പൂക്കാൻ തുടങ്ങി, പൂവുണ്ടായിരുന്നു. ആ പൂ കൊണ്ടുവന്ന് ഇപ്പം നാരങ്ങയായി. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു പ്രാവശ്യം കൂടെ പൂത്ത്, അതേ നാരങ്ങേൻ്റെ വലിയ നാരങ്ങ, അതായത് നമ്മൾ ഈ നാരങ്ങ വെള്ളം കുടിക്കുന്ന സൈസ് നാരങ്ങയായിരുന്നു.
നാരകമായിരുന്നു. അല്ലാതെ മറ്റേ ചൈനീസ് ഓറഞ്ച് അല്ല, നാരകമായിരുന്നു. അത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അത് ദോഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു പറിച്ച് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അത് പൂത്തു കായ്ച്ച് നട്ടയാൾ അത് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ പോയിട്ടിപ്പോൾ കുറേ വർഷമായിരുന്നു. ഇപ്പോഴും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. നാരകത്തിൻ്റെ അത് പറയുന്ന വലിയ വിശ്വാസം എനിക്കില്ല. അത് പിന്നെ ഇനി അനുഭവം ഉള്ളവർ അറിയത്തില്ല കേട്ടോ. ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കടപ്പ്ളാവിൻ്റെ കാര്യം ഞാൻ പറയുന്ന എൻ്റെ അനുഭവം, അത് മറ്റുള്ളവർ പറയുമ്പോൾ അവർക്കത് നല്ലതായിരിക്കാം. ചിലപ്പോൾ നാരകത്തിൻ്റെ ഞാൻ പറയുമ്പം എനിക്ക് നല്ലതായിരിക്കാം, മറ്റുള്ളവർ പറയുമ്പോൾ അവർക്കത് ദോഷമായിരിക്കാം. അത് ഓരോ നമ്മുടെ നാളിൻ്റെയും കൂടെ ഒക്കെ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം നാരകവും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോട് ചോദിച്ച മരങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയാവുന്ന മരങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെടികളുടെ കാര്യങ്ങളൊക്കെ അന്നേരം പറയും. പിന്നെ കണിക്കൊന്ന നമ്മുടെ തെക്ക് വശത്ത് നടുന്നത് നല്ലതാണ്, വടക്ക് വശത്തും നടുന്നത് നല്ലതാണ്, കിഴക്ക് വശത്തും വരുന്നത് നല്ലതാണ്. കണിക്കൊന്ന നല്ല ഇതാണെന്നാണ്, പോസിറ്റീവായിട്ടുള്ളൊരിതാണ് വരുന്നത്. അത് തെക്ക് വശത്താണെങ്കിലും അതിൽ മഞ്ഞ പൂക്കളാണ് നിറച്ചുകൊണ്ടുവന്നത്, അതും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. തെക്ക് വശത്ത് വന്നാലും കുഴപ്പമില്ല. നല്ല കണിക്കൊന്ന നമുക്ക് തെക്ക് വശത്തും നടാം, വടക്ക് വശത്തും നടാം, കിഴക്ക് വശത്തും നടാമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എന്നോട് ചോദിച്ച ചെടികളിലെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്നോട് ബാക്കി മരങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒക്കെ നടുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നോട് ചോദിച്ച മരത്തിൻ്റെയൊക്കെയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ നിങ്ങളിനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയുക. പിന്നെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് റിപ്ലൈ തരിക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തരാം. കാര്യം എല്ലാവരും എല്ലാ അറിവോടും കൂടി തികഞ്ഞവരൊന്നും അല്ലല്ലോ. എല്ലാവർക്കും തെറ്റുകൾ പറ്റാറുണ്ട്, ചിലപ്പോൾ പറയുന്നത് മാറിപ്പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തിരുത്താൻ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മരങ്ങളുടെ ഞാൻ അതിൽ എൻ്റെ അനുഭവം കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നട്ട മരങ്ങളുടെ ഇതും കൂടെ വെച്ചാണ് പറയുന്നത്. കടപ്പ്ളാവിൻ്റെ കാര്യം ഞാൻ സത്യമാണ് കേട്ടോ പറഞ്ഞത്. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കന്നിമൂലയുടെ ഇത് പറഞ്ഞായിരുന്നു, തെക്ക് വശത്ത് വരുന്നത്. അതാരോ പറഞ്ഞു അവരുടെ വീട് അങ്ങോട്ടാണ് വഴി. വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. തെക്ക് വശത്തോട്ട് ചിലപ്പോൾ ഫ്രണ്ട് ഡോറ് വരും, പക്ഷേ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും ഇറങ്ങുന്നത്. അത് വാസ്തു ഇതായിട്ട് പണിതൊരു വീടാണെങ്കിൽ അങ്ങനെ അവരൊരിക്കലും തെക്ക് വശത്തോട്ട് നേതായിട്ട് ഇറങ്ങാനായിട്ടുള്ള വാതിൽ വെക്കില്ല. നമ്മൾ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ റൗണ്ട് ചുറ്റ് സ്റ്റെപ്പുള്ളൊരു വീടാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് ഗ്രില്ലിട്ടേച്ച് നമ്മളത് ഇറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു വഴി ഇതാക്കും. അങ്ങനെയാണ് തെക്ക് വശത്തോട്ട് ഇറങ്ങരുതെന്നാണ് പറയുന്നത്. തെക്ക് വശത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ പണം നിൽക്കുകയില്ലെന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിലുള്ളവർക്കും ദോഷമാണെന്നാണ് പറയുന്നത് തെക്കോട്ടൊരു വഴി വരുന്നത്. അത് വീട്ടിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു വഴിയാണെങ്കിൽ പോലും തെക്കോട്ട് നമ്മളൊരു വഴി വെക്കുകയില്ല. ഒരു നിവൃത്തിയും ഇല്ലെങ്കിലേ നമ്മൾ തെക്ക് വശത്തോട്ട് വഴിയാക്കുകയുള്ളൂ. വേറൊരു വഴിയും നമുക്ക് പോകാനില്ലെങ്കിൽ തെക്ക് വശത്തോട്ട് നമ്മളപ്പോൾ ആ വീടിൻ്റെ ദർശനം എന്തെങ്കിലും ഇതാക്കി വെക്കുമോ, അങ്ങനെ ഇതുണ്ടെന്ന് നിങ്ങളറിയാവുന്ന ഏതെങ്കിലും ഒരു വാസ്തുവിനെ കൊണ്ട് കാണിക്കുക. അന്നേരം അവരത് പറഞ്ഞു തരും അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.